വീരപ്പൻ കൊല്ലപ്പെട്ടത് ഓപ്പറേഷൻ കൊക്കൂൺ എന്ന പേരിലെ ആ സർജിക്കൽ സ്ട്രൈക്കിൽ തന്നെയാണോ? അതോ എല്ലാ രഹസ്യങ്ങളും അയാളിൽ നിന്ന് മനസ്സിലാക്കിയ ശേഷം കൊള്ള മുതലുകൾ വരെ എവിടെയെന്ന് പറയിപ്പിച്ചിട്ട് അയാളെ കൊന്നുകളഞ്ഞതാണോ? കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ഗോപിനാഥം കുസെ മുനുസ്വാമി വീരഭദ്ര കൗണ്ടർ കാട് നിറഞ്ഞാടിയ 1983 മുതൽ 2004 ഒക്ടോബർ 18 വരെ കർണാടക, തമിഴ്നാട്, കേരള പോലീസ് സേനകൾ അയാൾക്ക് മുമ്പിൽ തോറ്റുപോയതിൻ്റെ രഹസ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 3 പോലീസ് സേനകളിലും ഏറ്റുമുട്ടൽ വിദഗ്ധരുടെ വൻ നിര തന്നെ ഉണ്ടായിരുന്നിട്ടും 21 വർഷം പോലീസ് ഉദ്യോഗസ്ഥരെയും കൊമ്പനാനകളെയും അറപ്പില്ലാതെ കൊന്നുതള്ളിയ വീരപ്പൻ സത്യമംഗലം കാടും നാടും അടക്കി വാണതിൻ്റെ രഹസ്യം പോലീസ് ഇതുവരെ പുറത്ത് മിണ്ടിയിട്ടില്ല. 2002 വരെ 138 പേരെ കൊന്നു കൊള്ളയടിച്ചു. ഇതിൽ 31 പേർ പോലീസുകാർ. 2000 ആനകളെ കൊന്ന് കൊമ്പെടുത്തു. 12 കോടി രൂപയുടെ ആനക്കൊമ്പുകൾ, 4000 കോടി രൂപ വില വരുന്ന ചന്ദനത്തടികൾ വെട്ടിവിറ്റു. AK-47 അടക്കമുള്ള തോക്കുകളുടെ ശേഖരമുണ്ടാക്കി. ഇവയെല്ലാം ഇപ്പോൾ എവിടെയാണ്? മൈസൂർ, ധർമ്മപുരി, സേലം, പെരിയാർ, നീലഗിരി കാടുകളിലെ 14,000 ചതുരശ്ര കിലോമീറ്റർ വനത്തിൻ്റെയും അതിൽ താമസിച്ചിരുന്ന 6 ലക്ഷം ഗിരിവർഗക്കാരുടെയും അധികാരിയായി അടക്കി വാഴാൻ അയാൾക്ക് കയ്യിലുണ്ടായിരുന്നത് 100 പേരടങ്ങുന്ന കൊള്ളസംഘവും കുറെ തോക്കുകളും മാത്രമായിരുന്നു. ശരീരം മുഴുവൻ ബുദ്ധിയുള്ളയാളാണെന്ന് വീരപ്പനെ ആവശ്യമില്ലാതെ വിശേഷിപ്പിച്ചിരുന്നത് തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും രാഷ്ട്രീയക്കാരാണ്. കാട്ടിൽ ഒളിച്ച വീരപ്പനെ നാട്ടിൽ നിയന്ത്രിച്ച പലരും ഞെട്ടിയത് 2000 ജൂലൈ 30-നാണ്. അന്നാണ് വീരപ്പൻ കാടിന് പുറത്തിറങ്ങി കളി തുടങ്ങിയത്. പണത്തിൻ്റെ ആവശ്യത്തിന് ചന്ദനവും ആനക്കൊമ്പും കിട്ടാതെ വന്നതോടെ കന്നഡ സിനിമയിലെ വീരനായകൻ ഡോക്ടർ രാജ്കുമാറിനെ വീരപ്പൻ റാഞ്ചി. 108-ാം ദിവസമാണ് രാജ്കുമാറിനെ വിട്ടയച്ചത്. നക്കീരൻ ഗോപാലൻ അടക്കം വീരപ്പന് വിശ്വാസമായിരുന്ന ചിലരെ ഇടയ്ക്ക് മുൻനിർത്തി നടത്തിയ പല വിലപേശലും സന്ധി സംഭാഷണങ്ങളും പരാജയപ്പെട്ടുപോയി. ഒടുവിൽ തന്ത്രപരമായ നീക്കത്തിൽ വീരപ്പൻ നിരുപാധികം രാജ്കുമാറിനെ വിട്ടയച്ചതായാണ് അന്നത്തെ കർണാടക മുഖ്യമന്ത്രി SM കൃഷ്ണ പത്രസമ്മേളനത്തിൽ അന്ന് പറഞ്ഞത്. പോലീസിന്റെ ഔദ്യോഗിക രേഖകളിൽ വിവരിക്കുന്ന തന്ത്രപരമായ നീക്കം ഇതാണ്. രോഗിയായിരുന്ന രാജ്കുമാർ കാടിനുള്ളിൽ വീരപ്പന്റെ കസ്റ്റഡിയിൽ മരിച്ചതായുള്ള ഒരു വ്യാജ വാർത്ത നാടെങ്ങും പരന്നു. അത് കേട്ട് രാജ്യം ഒന്ന് ഞെട്ടി. രാജ്കുമാറിന്റെ ലക്ഷക്കണക്കിന് ആരാധകർ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി വീരപ്പന്റെ താവളമായ സത്യമംഗലം കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. സംസ്ഥാന സർക്കാരിന് ഇതൊരു തലവേദനയായി. ജീവിതത്തിൽ ആദ്യമായി വീരപ്പനും ഒന്ന് നടുങ്ങി. അന്ന് വീരപ്പനൊപ്പം ഉണ്ടായിരുന്നത് 50 പേരിൽ താഴെ വരുന്ന ഒരു കൊള്ളസംഘമാണ്. ഏതാണ്ട് അത്രയും തോക്കുകളും. ആയുധങ്ങളുമായി വേട്ടക്കിറങ്ങുന്ന പോലീസിനെ നേരിടുന്നത് പോലെ അല്ല രാജ്കുമാറിന് വേണ്ടി മരിക്കാൻ തയ്യാറായി വരുന്ന കാട് കയറാൻ പോകുന്ന ലക്ഷക്കണക്കിന് അയാളുടെ ആരാധകർ. അവരെ നേരിടുക അത്ര എളുപ്പമല്ല. പൊതുമാപ്പിന് അപേക്ഷിച്ച് കീഴടങ്ങി രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള മോഹം വീരപ്പനുള്ളിൽ വളർന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. തൻ്റെ കസ്റ്റഡിയിൽ രാജ്കുമാർ മരിക്കാനിട വന്നാൽ പൊതുമാപ്പും രാഷ്ട്രീയ പ്രവേശവും അവതാളത്തിലാകുമെന്ന് വീരപ്പന് മനസ്സിലായി. സർക്കാരിൻ്റെ മധ്യസ്ഥർക്കൊപ്പം ഒരു ഡോക്ടറെ കൂടി കാട്ടിലെ താവളത്തിലേക്ക് സ്വീകരിക്കാൻ വീരപ്പൻ അങ്ങനെ തയ്യാറാവുകയാണ്. രാജ്കുമാറിൻ്റെ ആരോഗ്യനില പരിശോധിപ്പിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഈ അവസരം സർക്കാർ ശരിക്കും മുതലാക്കി. പരിശോധനാ രംഗം ഭംഗിയായി അഭിനയിച്ചു. അത് ഭംഗിയായി അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ലേഡി ഡോക്ടറെയാണ് വീരപ്പൻ്റെ താവളത്തിലേക്ക് അയച്ചത്. സ്ത്രീകളോട് ഏറെ ബഹുമാനത്തോടെ പെരുമാറുന്ന വീരപ്പന്റെ താവളത്തിൽ വനിതാ ഡോക്ടർ കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന നിഗമനത്തിലായിരുന്നു അധികാരികൾ. കേട്ടു പരിചയം മാത്രമുള്ള വീരപ്പനെ നേരിൽ കണ്ടതിൻ്റെ നടുക്കം പുറത്തു കാണിക്കാതെ ഒരു ഡോക്ടർ പുലർത്തേണ്ട കാര്യഗൗരവം അവർ മുഖത്ത് വരുത്തി. വീരപ്പന്റെ നേരെ നോക്കി അവർ ഇങ്ങനെ ചോദിച്ചു, "എവിടെ മിസ്റ്റർ രാജ്കുമാർ?" രാജ്കുമാറിൻ്റെ അടുത്തേക്ക് ഡോക്ടറെ നയിക്കാൻ വീരപ്പന്റെ അനുചരന്മാർക്ക് നിർദ്ദേശം നൽകി. പരിശോധന നേരിട്ട് കാണാൻ തോക്കുധാരിയായ വീരപ്പനും അനുഗമിച്ചു. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും പരിശോധിക്കുന്ന സാധാരണ നടപടികൾക്ക് പുറമെ രംഗത്തിന് കൂടുതൽ ഗൗരവം നൽകാൻ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ECG മെഷീനും രക്തം പരിശോധിക്കാനുള്ള മൈക്രോസ്കോപ്പും വരെ മെഡിക്കൽ സംഘം അന്ന് കയ്യിൽ കരുതിയിരുന്നു. അരമണിക്കൂറിന് ശേഷം പരിശോധന നീണ്ടുപോയതും ഓരോ പരിശോധന കഴിയുമ്പോഴും ലേഡി ഡോക്ടറിന്റെ മുഖം മ്ലാനമാവുന്നതും വീരപ്പന്റെ മനസ്സിൽ ആശങ്ക പടർത്തിക്കൊണ്ടേയിരുന്നു.
അലസോരഭാവത്തിൽ തലയാട്ടിക്കൊണ്ട് ഡോക്ടർ കയ്യുറകൾ ഊരി മാറ്റി. ദൂരെ ഒരു മരത്തിന്റെ ചൂട്ടിലേക്ക് ആലോചനയോടെ ഒറ്റയ്ക്ക് മാറി നിന്നു. ധൈര്യം സംഭരിച്ച ലേഡി ഡോക്ടർ മുഖത്ത് അതീവ ദുഃഖഭാവം വരുത്തി വീരപ്പനെ മാത്രമായി അടുത്തേക്ക് വിളിച്ചു. ആശങ്ക നിറഞ്ഞ മനസ്സുമായി വീരപ്പൻ ലേഡി ഡോക്ടറുടെ സമീപം ഭവ്യതയോടെ നിന്നു. ഡോക്ടർ ചോദിച്ചു, മിസ്റ്റർ വീരപ്പൻ, നിങ്ങൾ വനത്തിൽ മാത്രം ലഭിക്കുന്ന ഏത് അത്ഭുത മരുന്ന് നൽകിയാണ് രാജ്കുമാർ സാറിന്റെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്? ഇത്രയും മോശം ആരോഗ്യസ്ഥിതിയിൽ അദ്ദേഹം കുറഞ്ഞത് 2 ആഴ്ച മുൻപ് മരിച്ചു പോകേണ്ടതാണ്. ഇത് കേട്ട വീരപ്പൻ ശരിക്കും ഒന്ന് ഭയന്നു. വനത്തിനുള്ളിൽ തന്റെ കസ്റ്റഡിയിൽ രാജ്കുമാർ മരിച്ചാൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് സത്യമംഗലം വനത്തിൽ സൈന്യമിറങ്ങാനുള്ള സാധ്യതയും അയാൾ മുൻകൂട്ടി കാണുകയായിരുന്നു. ഡോക്ടറും സംഘവും മടങ്ങിയതിനു ശേഷം രാജ്കുമാറിനെ മോചിപ്പിക്കാനുള്ള വിലപേശലിൽ വീരപ്പൻ അങ്ങയഞ്ഞു. കൃത്യം 108-ാം ദിവസം രാജ്കുമാർ നിരുപാധികം മോചിതനായി. വീരപ്പനെ പിടിക്കാൻ നേതൃത്വം നൽകിയ തമിഴ്നാട് കേഡറിലെ മലയാളി IPS ഉദ്യോഗസ്ഥൻ K. വിജയകുമാർ 13 വർഷങ്ങൾക്ക് ശേഷം അതേക്കുറിച്ച് എഴുതിയ പുസ്തകത്തിലും വീരപ്പൻ വേട്ടയുടെ ഔദ്യോഗിക രഹസ്യങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. സത്യമംഗലം വനമേഖലയ്ക്ക് ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളുടെ അത്ര തന്നെ വിസ്തൃതിയുമുണ്ട്. അതിന് ചുറ്റുമുള്ള മലയോര ഗ്രാമങ്ങളിലെ സാധാരണ ജനങ്ങളെ കൂടെ നിർത്താൻ കൊള്ള മുതലിന്റെ ഒരു ഭാഗം അവർക്കിടയിൽ പങ്കുവെക്കുന്നത് വീരപ്പൻ ശീലമാക്കിയിരുന്നു. രാജ്കുമാറിനെ മോചിപ്പിക്കാൻ കർണാടക സർക്കാർ 20 കോടി രൂപ വീരപ്പന് കൈമാറിയതായി ആരോപണവുമുണ്ടായിരുന്നു. എന്തായാലും രാജ്കുമാർ മോചിതനായതിനു ശേഷം സത്യമംഗലം വനമേഖലയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമീണരുടെ പക്കൽ 500 രൂപ നോട്ടുകൾ വളരെയധികം കാണാൻ കഴിഞ്ഞതായി രഹസ്യാന്വേഷണ റിപ്പോർട്ടുമുണ്ട്. ഇന്ത്യയിൽ അന്നത്തെ ഏറ്റവും മൂല്യമുള്ള നോട്ട് 500 രൂപയുടേതായിരുന്നു. ചന്ദനത്തടിയും ആനക്കൊമ്പും വിറ്റ് കിട്ടുന്ന പണം വലിയ ഇരുമ്പ് പെട്ടികളിലാക്കി വനത്തിൽ കുഴിച്ചിടുന്ന പതിവും വീരപ്പനുണ്ടായിരുന്നു. 5 വർഷം മുൻപും സത്യമംഗലം വനത്തിൽ ട്രക്കിങ്ങിനിടയിൽ കൂടാരം കെട്ടാൻ കുഴിയെടുത്ത യുവാക്കളുടെ സംഘത്തിന് ഒരു പണപ്പെട്ടി കിട്ടിയതായി രഹസ്യ വിവരമുണ്ട്. സത്യമംഗലം വനം 21 വർഷം അടക്കി വാണ വീരപ്പൻ കുഴിച്ചിട്ട പണപ്പെട്ടികളും ആനക്കൊമ്പുകളും ആയുധങ്ങളും ഇപ്പോഴും ആ വനത്തിൽ ഉറങ്ങിക്കിടപ്പുണ്ടാവും. ഏതാനും കുഴിബോംബുകൾ കണ്ടെത്തി നിർവീര്യമാക്കിയ വിവരം മാത്രമാണ് ഇതുവരെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സത്യമംഗലത്തെ നിധിവേട്ടകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വീരപ്പൻ കൊല്ലപ്പെട്ടത് ഓപ്പറേഷൻ കൊക്കൂൺ എന്ന പേരിലെ ഈ ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ തന്നെയാണോ? അതോ എല്ലാ രഹസ്യങ്ങളും അയാളിൽ നിന്ന് മനസ്സിലാക്കിയ ശേഷം കൊള്ള മുതൽ എവിടെയെന്ന കൃത്യമായ ഇൻഫർമേഷൻ അവർക്ക് ലഭിച്ചതിന് ശേഷം അയാളെ കൊന്നുകളഞ്ഞതാണോ? വീരപ്പന്റെ ചികിത്സ നടത്താൻ എന്ന് പറഞ്ഞ് അയാളെ കബളിപ്പിച്ച് ആംബുലൻസിൽ കയറ്റി ഓപ്പറേഷൻ കൊക്കൂൺ പോലീസ് സേന അംഗങ്ങൾ ധർമ്മപുരി ജില്ലയിലെ പപ്പാരപ്പെട്ടി ഗ്രാമത്തിലെത്തിച്ച് അവിടെ വെച്ച് വെടിവെച്ച് കൊന്നു എന്നാണ് പോലീസിന്റെ വാദം. എന്നാൽ വീരപ്പനെ നാട്ടിലെത്തിച്ച് ഒരു ദിവസത്തോളം വളരെ മൃഗീയമായി ചോദ്യം ചെയ്തതിനു ശേഷം അയാളെ അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുകയും ശേഷം ധർമ്മപുരി ജില്ലയിലെ പപ്പാരപ്പെട്ടി ഗ്രാമത്തിലെത്തിച്ച് മൃതശരീരത്തിൽ വീണ്ടും വെടിവെച്ചു എന്നാണ് അവിടുത്തെ നിവാസികൾ ഇന്നും പറയുന്നത്. പഴയ ആരോഗ്യമോ പ്രതാപമോ ശക്തിയോ ഇല്ലാത്ത ആ വീരപ്പനെയും കൂടെയുണ്ടായിരുന്ന 3 അനുയായികളെയും അവരുടെ കയ്യിലെ ചെറു നാടൻ തോക്കുകളെയും നാട്ടിലെത്തുമ്പോൾ തന്നെ തമിഴ്നാട് പോലീസിന് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ അവരെ പിടിക്കാമായിരുന്നു. അയാളെ കൊണ്ടുപോകുന്ന ആശുപത്രിയിൽ വെച്ചോ അല്ലെങ്കിൽ ആ വാഹനത്തിൽ വെച്ച് തന്നെയോ ജീവനോടെ പിടികൂടി ചോദ്യം ചെയ്യാമായിരുന്നിട്ട് കൂടി അവരെ വെടിവെച്ച് കൊന്നുകളഞ്ഞത് എന്തൊക്കെയോ മറയ്ക്കാൻ വേണ്ടി തന്നെയാണ് എന്നത് ഒരു വലിയ സത്യമായി ഇന്നും അവശേഷിക്കുന്നു. അയാളിൽ നിന്നും ഈ ലോകം അറിയേണ്ടിയിരുന്നത് തമിഴ്നാട്ടിലെ വമ്പൻ രാഷ്ട്രീയ കൊള്ളക്കാരെയായിരുന്നു. വീരപ്പൻ സത്യമംഗലം കാട്ടിൽ കുഴിച്ചിട്ട കോടിക്കണക്കിന് രൂപ, കോടികൾ വില വരുന്ന ആനക്കൊമ്പുകൾ, സ്വർണ്ണ രത്നങ്ങൾ, മറ്റ് വസ്തുവകൾ എല്ലാം എവിടെ? എന്തുകൊണ്ട് പോലീസ് ഇത് അന്ന് അന്വേഷിച്ചില്ല? പ്രായാധിക്യം ബാധിക്കുകയും കൂടെ ഉണ്ടായിരുന്ന സംഘത്തിലെ ആളുകൾ ഒന്നൊന്നായി വിട്ടുപോവുകയും ചെയ്തതോടെ വീരപ്പൻ പലതവണ പോലീസിന് കീഴടങ്ങാൻ സമ്മതം അറിയിച്ചിരുന്നതാണ്. എന്നാൽ അതിനൊരു അവസരം അയാൾക്ക് ലഭിച്ചില്ല. അയാൾക്കൊപ്പം ആ രഹസ്യങ്ങളും മണ്ണിൽ അലിഞ്ഞു ചേർന്നു.